കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യവുമായി അണിനിരന്ന് സാംസ്കാരിക കേരളം. ക്രൂരതയുടെ 9ാം ആണ്ടിൽ വിവിധ നഗരങ്ങളിൽ അവൾക്കൊപ്പം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാനവീയം വീഥിയിലടക്കം മെഴുകുതിരി കൊളുത്തി സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടി. ആക്രമിക്കപ്പെടുന്നവർ ഇരകളല്ല, അതിജീവിതകളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് WCC അവൾക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലും കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും കോഴിക്കോട് മാനാഞ്ചിറയിലും ഐക്യദാർഢ്യ പരിപാടി നടന്നു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ ഭാഗ്യലക്ഷ്മി, ബീന പോൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു. We are planning a zero tolerance to sexual harassment campaign all over Kerala, in fact all over India we hope, and we hope that everybody will be with us, the media and all women will understand that it is important that we resist. Nobody is there. The system is not there to resist with us. We have to resist. ഒരിക്കലും ഞങ്ങൾ തളരില്ല, അവളെ തളരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് സമൂഹത്തിനോട്, അല്ലെങ്കിൽ ഈ എതിരാളികളോട്, അവളെ തളർത്താൻ ശ്രമിച്ചവരോട് പറയാൻ തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ നടിയുടെ ഉറ്റ സുഹൃത്ത് സയനോര ഗിറ്റാർ വായിച്ചു. ജോളി ചെറിയത്ത്, ആശ അച്ചി ജോസഫ്, ശീതൾ ശ്യാം തുടങ്ങിയവർ മെഴുകുതിരി തെളിയിച്ചു. അവൾക്കൊപ്പം എന്നത് എല്ലാ അതിജീവിതകൾക്കും ഒപ്പം എന്നതാണെന്ന് സയനോര പറഞ്ഞു. അവൾക്കൊപ്പം എന്നുള്ളത് അതൊരു സിംബോളിസമാണ്. അത് ഒരു വ്യക്തി മാത്രമല്ല. ആ അവൾക്കൊപ്പം അങ്ങനത്തെ സർവൈവേഴ്സിന്റെ കൂടെ നമ്മൾ നിൽക്കാൻ വില്ലിംഗ് ആണ് എന്നുള്ളത് മാത്രമാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഇപ്പോഴും നിസാരവൽക്കരിക്കുകയാണെന്ന് ജോളി ചെറിയത്തും പ്രതികരിച്ചു. അപ്പോൾ ഇവിടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സ്ത്രീയുടെ മേലുള്ള, അവളുടെ അന്തസ്സിന്മേലുള്ള ഏത് തരത്തിലുള്ള അതിക്രമത്തെയും നിസാരവൽക്കരിക്കുന്ന, നീതി എന്ന് പോയിട്ട് ന്യായമായ ഒരു ആക്ട് പോലും അതിന്റെ മേൽ നടക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഈ മാസം അവസാനം അവൾക്കൊപ്പം കൂട്ടായ്മയും ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കൊച്ചി.